ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിതാ 2 മുട്ടയേ ഉള്ളൂ. 2 മുട്ട വെച്ചിട്ട് ഇന്ന് എന്താ പരിപാടി ചെയ്യാൻ നോക്കിയാലോ. വൈകുന്നേരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനെ ഇതാ 2 മുട്ടയുണ്ട്. മുട്ട വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഇതാ നോക്കട്ടെ എന്തെങ്കിലും പറ്റുമെന്ന്. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കുന്നു എന്തെങ്കിലും ഒരു ബാറ്റർ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇന്നത്തെ വൈകുന്നേരത്തെ തട്ടിക്കൂട്ട് പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടും. പിന്നെ നാളത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണം. രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ കഴിക്കുമോ ചോദിച്ചാൽ അതുമില്ല. ചോറൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ചോറുണ്ടായാൽ മതിയേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോവുക. ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്ക് എല്ലാവർക്കും കടി വേണം, ചായ ഉണ്ടപ്പോൾ ചോറ് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ മിക്ക ദിവസവും കടിയില്ലാണ്ട് നമുക്ക് കഴിക്കാനാവില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വേണേ. ഇവിടെ ആരും ചോറ് കഴിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഇതാ ലേശം കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ബാറ്റർ തയ്യാറാക്കാനായി എല്ലാവർക്കും അറിയാലോ. നമ്മൾ ലേശം കടലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം എരിവിനാവശ്യമായ കുരുമുളക് പൊടി, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി കേട്ടോ. വേറെ നമ്മളെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തില്ല. വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നുകൂടി പറഞ്ഞതിന് റിപ്പീറ്റേഷൻ പറഞ്ഞതാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിന് കാശ്മീരി പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് 2 മുട്ടയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലേശം ഉണ്ടാക്കുന്നത്. ബാറ്റർ തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ലേശം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ മുട്ട പൊളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ കുഞ്ഞൂട്ടൻ അവിടെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതിനെയും കൊണ്ടേ ഞാൻ പോയട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. കുഞ്ഞൂട്ടൻ്റെ കാര്യമല്ലേ. മുറ്റത്ത് നമുക്ക് കളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പേടിയാണ്. അന്നേരം താഴേക്കൊരു കുഴി പോലെയാണ് കേട്ടോ വെള്ളം. അതുകൊണ്ട് കല്ലും കെട്ടൊക്കെ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. മുറ്റത്ത് കളിക്കാൻ തന്നെ നമുക്ക് ഒരാളിങ്ങനെ ഇരിക്കും. ഞാനോ അല്ലേച്ചിയോ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ഇവരെ മുറ്റത്ത് ഒറ്റയ്ക്ക് കളിക്കാൻ വിടാൻ പറ്റില്ല. അങ്ങനെ ഇതാ നമ്മൾ ബാറ്ററൊക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുത്താലല്ലേ നമുക്കൊന്ന് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതാ ഒരു കട്ടകളിൽ നമ്മൾ കടലമാവാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കട്ട കുത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ലൂസായി ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അങ്ങനെതാ നല്ല ലൂസും ആകരുത്, അധികം തിക്കും ആകരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമ്മളിതാ എടുത്തെടുത്തിട്ട്. പിന്നെ ലേശം ലൂസായ പോലെ എനിക്കൊരു തോന്നൽ. ലേശം കൂടി ഞാൻ മാവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടലപ്പൊടിയാണ് ഇടുന്നത്. ബാറ്ററിന് മൈദയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ ലേശം കൂടി പൊടിയൊക്കെ ഇട്ട് നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ലേശം വെള്ളമായ പോലെ എനിക്കൊരു തോന്നൽ. നമ്മൾ മുട്ടയൊക്കെ മുക്കി എടുക്കുമ്പോൾ നല്ല ഒരു തിക്കും ആകരുത്, അധികം ടൈറ്റും ആകരുത്. നല്ല പ്രശ്നമാണല്ലോ. അധികം ലൂസും ആകരുത്, അധികം തിക്കും ആകരുത്. അങ്ങനെ ഒരു മീഡിയത്തിൽ വരണം. അങ്ങനെ നമ്മളിതാ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. മുട്ട ചൂടാറിയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ബാറ്റർ തയ്യാറാക്കുമ്പോഴല്ലേ ഓഫാക്കിയ. മുട്ട ചൂടാറിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. അത് പൊളിച്ചെടുക്കേണ്ട കാര്യം. ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. ചൂടാറിയിട്ടില്ലെങ്കിൽ അത് പൊളിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോവും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ മറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ മുട്ടേനെ ഒന്ന് പൊളിച്ചെടുക്കുക. ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് പോയിട്ടില്ല. കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കുക. തണിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഊതിയിട്ടൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും ചൂട് പോകുന്നത് കാണുന്നില്ല. ഊതിയിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ പൊട്ടി വരുമ്പോലൊരു പേടി. അങ്ങനെ ഇതാ
ലേശം കൂടി വെള്ളം ഒഴിച്ചോടെ വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ രക്ഷയില്ല. എന്നാലും വരുന്ന തണിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമാണല്ലോ. വേഗം നമുക്ക് പൊളിച്ചെടുക്കാം. അങ്ങനത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടേനൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഇത് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ടൊക്കെ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇവിടെ പൊളിച്ചെടുത്ത് 2 പൊളിയാക്കി അതിലേക്ക് ലേശം പെപ്പർ പൗഡർ വേണമെങ്കിൽ ഇടാം, ഓപ്ഷനിലാണ്. പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ പൊടിക്കാൻ കുറച്ച് മടിയാണ്, അതുകൊണ്ട് പൊടിച്ച് വെച്ചതില്ല. അന്നേരം ഇതാ നമ്മൾ വെറുതെ തന്നെ ഉണ്ടാക്കുന്നത്. ഇവർക്ക് എരിവ് കുറവാണല്ലോ വേണ്ടത്. അങ്ങനെ കുഞ്ഞുകുട്ടനൊക്കെ എരിവ് തിന്ന ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇതാ 2 പൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ഇനി എണ്ണയിലേക്ക് ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചട്ടിയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയും ചൂടായി വരുമ്പോൾ നമ്മൾ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിലെടുക്കുക കേട്ടോ. നമ്മളിവിടെ ഇതാക്കലൊക്കെ ഓയിലാണ്, അല്ലെങ്കിൽ സൺഫ്ലവറോ ഓയിലോ ഫാം ഓയിലോ അങ്ങനെ എന്തെങ്കിലുമാണ് കൊണ്ടുവരൽ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വരട്ടെ. അധികം ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത് കേട്ടോ. നമ്മളെ കടലമാവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടും, പക്ഷേ വേഗം കരിഞ്ഞും പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അത്രേ പാടുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പണി പാളി. ഞാൻ ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങ് എന്താ പറയുക വെയിറ്റ് ചെയ്തിരുന്നു. ഒരു ചെറിയ മീഡിയം ടു അത്ര വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒന്ന് ലേശൊന്ന് അടി പിടിക്കുന്ന പോലെ ആയിട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട. അങ്ങനെ ഇതാ നമ്മൾ ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെ മുട്ട ബജ്ജി ഇവിടെ റെഡിയാവും കേട്ടോ. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികളെന്താ പറയുന്നത് നോക്കാമല്ലോ. അറിയുന്നവർക്ക് വേണ്ടി അല്ല കേട്ടോ, എന്നെ പൊങ്കാലിടാൻ വരല്ലേ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിയായ മുട്ട ബജ്ജി, ഞാൻ പറഞ്ഞതാണ് കേട്ടോ, മുട്ട ബജ്ജി തയ്യാറാട്ടോ. ചെറിയ ചട്ടിയായതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അന്നേരം എങ്ങനെയാലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അധികം എണ്ണ പിടിക്കത്തില്ല, പെട്ടെന്നായി കിട്ടും. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ എല്ലായിടത്തും ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഭാഗമൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്ത് അറിയാലോ നമ്മളെങ്ങനെയുണ്ട്. വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായി കിട്ടും. അതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ലേശം കൂട്ടി വെച്ചപ്പോഴത്തേക്കും അടിക്കൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കടലമാവായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കണം. ഒന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളി ടേസ്റ്റിയായ 4 മണി പലഹാരം ഇവിടെ തയ്യാറാവും കേട്ടോ. അങ്ങനെ ഒരു ഭാഗം കൂടി വേകാനുള്ളൂ. മുട്ട ഓൾറെഡി വെന്തതായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയി കിട്ടും. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇറക്കി
ചൂട് ചായേൻ്റെ ഒപ്പം കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായയാണ് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ കഴിക്കാറ്. ചിലപ്പം പാല് കൊണ്ടുവന്നാൽ നമുക്ക് കട്ടൻ ചായ കുടിക്കാനാട്ടോ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായയാണ് കേട്ടോ വൈകുന്നേരത്തെ സമയത്ത്. അന്നേരം കട്ടൻ ചായേൻ്റെ ഒപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിടാം കേട്ടോ. നമുക്ക് ലേശം കുറവുണ്ട്, കാശ്മീരി ചില്ലിയും കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. നമുക്ക് അത്ര വെന്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് കോരിയെടുത്ത് ടേസ്റ്റിയായ മുട്ട ബജ്ജിയും കട്ടൻ ചായയും കുടിച്ചാലോ. ഇനി എണ്ണ ഊറ്റിയെടുക്കലാണ് കേട്ടോ ഭയങ്കര പണി. എണ്ണ ഊറ്റി പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എണ്ണ പിടിച്ച് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് നേരം എണ്ണയും കൂടി ഒന്ന് ഊറ്റിയെടുത്ത് ഇതാ അടിപൊളി ടേസ്റ്റിയായ മുട്ട ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ ലേശം പിടിച്ചിട്ടുള്ളൂ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.